കൊല്ലം പത്തനാപുരം ചിതൽവെട്ടിയിൽ ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയ പുലി കൂട്ടിലായി. വനംവകുപ്പ് സ്ഥാപിച്ച കെണിക്കൂട്ടിലാണ് പുലി കുടുങ്ങിയത്. കഴിഞ്ഞ 2 മാസത്തോളമായി പുലിഭീതിയിലായിരുന്നു പ്രദേശം. പുലിയം റാന്നി വനമേഖലയിലെ കക്കിയിൽ ഉൾവനത്തിൽ തുറന്നുവിടും. പുലി ആരോഗ്യവാനാണെന്നും പരിശോധനയിൽ വ്യക്തമാണ്. ഡോക്ടറുടെ വിശദമായ പരിശോധനയ്ക്ക് ശേഷം ഇതിനെ ആരോഗ്യവാനെന്ന് ഉറപ്പുവരുത്തിയാൽ ഉൾക്കാട്ടിൽ കൊണ്ടുവിടുന്നതിന് വേണ്ടിയുള്ള തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഒരു പുലിയും കൂടെ സാന്നിധ്യം കൂടെ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനിയും കൂട് വയ്ക്കേണ്ടി വരും. അതെന്തായാലും വൈൽഡ് വാർഡൻ്റെ അനുവാദത്തോടെ ചെയ്യാൻ കഴിയുള്ളൂ. അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ചെയ്യുന്നത്. മലയോര മേഖലയിൽ പുലിപ്പേടി എന്നുള്ള വലിയൊരു ഭീതി നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു പുലി ഏകദേശം എനിക്ക് 5 വയസ്സ് പ്രായമുള്ള ഒരു പുലി ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. വീണ്ടും ഒരെണ്ണം കൂടെ ഉണ്ടെന്നാണ് അന്ന് നമ്മുടെ അതിൻ്റെ രേഖകൾ പരിശോധിച്ചപ്പോൾ, അതിൻ്റെ കാൽപ്പാട് ഉൾപ്പെടെ പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനുവേണ്ട സംവിധാനം കൂടെ വിദഗ്ധ സമിതി കൂടി ഇപ്പോൾ കൂടുവെച്ച് കഴിഞ്ഞിട്ടാണ് ഇതിനെ കിട്ടിയത്. വീണ്ടും അത്തരത്തിലുള്ള സംവിധാനത്തിലേക്ക് വീണ്ടും പോകും. അതോടുകൂടി നമ്മുടെ ഈ മേഖലയിലെ പുലിപ്പേടി എന്നുള്ള ആ ഒരു ഭീതി ഒഴിവാക്കാനായിട്ട് കഴിയും. വിശദാംശങ്ങളുമായി കണ്ണൻ നായർ ചേർന്നു. കണ്ണൻ നായർ, ഗുഡ് മോർണിംഗ്. ഇത് ജനവാസ മേഖലയിലാണോ ഈ കൂട് സ്ഥാപിച്ചിരുന്നത്? ഏതെങ്കിലും വീടിനടുത്തായിട്ടോ മറ്റോ ആയിരുന്നോ? അങ്ങനെയെങ്കിൽ ഇനിയും ഒരു പുലി ഉണ്ട് എന്നാണ് പറയുന്നത്. ജനവാസ മേഖല ആയതുകൊണ്ട് തന്നെ പ്രദേശവാസികളൊക്കെ വലിയ ഭീതിയിൽ തന്നെ ആയിരിക്കും ഇപ്പോഴും, അല്ലേ? മോദി, ചിതൽവെട്ടി എന്ന് പറയുന്ന സ്ഥലം ജനവാസ മേഖല തന്നെയാണ്. അവിടെ നിന്ന് ഏതാണ്ട് ഒരു 100-150 മീറ്റർ മുകളിലാണ് മലമുകളിൽ ഏതാണ്ട് 1 മാസം മുമ്പ് 2 പുലിയെയും പുലിക്കുഞ്ഞുങ്ങളെയും കണ്ടത്. അതിന് ദൃശ്യങ്ങളടക്കം നമ്മൾ വാർത്താ സംപ്രേഷണം ചെയ്തതാണ്. അതിനുശേഷം നമ്മൾ പലകുറി ആ പ്രദേശത്തിന്റെ അവിടുത്തെ ജനങ്ങളുടെ ഒരു ബുദ്ധിമുട്ടൊക്കെ തന്നെ ലോകത്തെ അറിയിക്കുകയും അധികാരികളെ അറിയിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം അവിടെ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചു. കൂട്ടിനുള്ളിൽ ആടിനെ നിർത്തിക്കൊണ്ട് ഈ പുലിയെ പിടിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. ആ ശ്രമം ഇന്ന് ഏതാണ്ട് പുലർച്ചെ 3:30 കൂടിയാണ് വിജയിച്ചത്. ഇതൊരു പെൺപുലിയാണ്. 5 വയസ്സ് പ്രായമുള്ള പെൺപുലിയാണ്. പിടികൂടിയ സമയത്ത് തന്നെ അതിന് പൂർണ്ണ ആരോഗ്യവതിയായിരുന്നു. പിന്നീട് ഡോക്ടർമാർ പരിശോധിച്ചപ്പോഴും അത് ആരോഗ്യവതിയാണ് എന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഇനി ജനവാസ മേഖലയിലേക്ക് അതിന് അല്ലെങ്കിൽ ആ പ്രദേശത്ത് തുറന്നുവിട്ടാൽ അത് വീണ്ടും ജനവാസ മേഖലയിലേക്ക് എത്താനുള്ള സാധ്യത വളരെയേറെയാണ്. അങ്ങനെയാണ് റാന്നി വനമേഖലയിലെ കക്കി എന്ന് പറയുന്ന പ്രദേശത്തെ ഉൾവനത്തിലേക്ക് ഈ പുലിയെ കൊണ്ട് വിടാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ലോറിയിൽ പത്തനംതിട്ട റാന്നിയിലേക്ക് ഈ പെൺപുലിയെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 12 മണിയോടുകൂടി ആ ഉൾപ്രദേശത്തെ എത്തിച്ച് തുറന്നുവിടാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയാണ് വനപാലകർ പങ്കുവെക്കുന്നത്. അപ്പം തന്നെ ഈ പ്രദേശത്ത് ആരോഗ്യവതിയാണ് പുലി, അതുകൊണ്ട് തന്നെ ഉൾവനത്തിലേക്ക് തുറന്നുവിടുമെന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്.